ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആളെ കണ്ട വളരെ സീരിയസാ, പക്ഷേ നാവനങ്ങിയ തമാശ. അതിരിക്കട്ടെ, പത്മ എന്തിനാ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത്? ഞാൻ കറങ്ങി തിരിഞ്ഞൊന്നല്ല ഇങ്ങോട്ട് വന്നേ, നേരെ നടന്നു തന്നെയാ. വന്ന കാര്യം പറ പത്മ. ഈ പത്മയ്ക്ക് എന്റെ ആങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ എന്താ താല്പര്യം? ഇനി ഇവൾക്ക് അവനോട് പ്രേമമാണോ? അമ്മേ, എന്താ മോളെ? അമ്മ 6 മണിയാവുന്നു. കള്ളനെ പിടിച്ചോന്നറിയില്ലല്ലോ. ഞാൻ ചെന്ന് നോക്കട്ടെ. ആ, ഞാനും വരാം. നിന്റെ ആങ്ങളെ കള്ളനെ ഈ മുറ്റത്ത് വരുത്തുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. പ്രതാപ, ഇനി 6 അധിക സമയമില്ല. 6 ആയിട്ടില്ല സർ, ഇനി 3 മിനിറ്റ് കൂടി ഉണ്ട്. ജഗന്നാഥ, വേണുവോട്ടിനോട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. വേണു, അവരെ കൊണ്ടുവാ. നടക്കാൻ. ആ, അങ്ങോട്ട് നിൽക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കടാ. മാറിയിക്കണം അങ്ങോട്ട്. നിന്റെയൊക്കെ ശരിയായ പേര് പറടാ. ഞാൻ മുത്തു. ഞാൻ ചന്ദ്രൻ. ഈ ഇരിക്കുന്ന ആളെ നിങ്ങൾക്കറിയോ? അറിയാം. എങ്കിൽ വർമ്മ സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ സത്യം തുറന്നു പറഞ്ഞ ആ മാല അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ച നിനക്കൊക്കെ മാപ്പ് എന്ന് പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇടികൊണ്ട് പൊളയ നീയൊക്കെ. ഒടുവില് ഞങ്ങൾ പോലീസിനും കൊടുക്കും. കള്ളത്തരം ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. മാല എടുക്ക്. നീയാണ് ഈ മോഷണത്തിന് ഇവനെ സഹായിച്ചത് അല്ലേ? കൊള്ളക്കൂട്ടങ്ങൾ മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? ഇടി തുടങ്ങട്ടെ സാറേ. മഹാദേവ വർമ്മ സാർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാ നിന്നെയൊക്കെ തല്ലാതെ നിർത്തിയിരിക്കുന്നത്. ഇടി കിട്ടിയ അടങ്ങുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാം. യോമാര് ഇടി തുടങ്ങി കഴിഞ്ഞ പിന്നെ നിർത്താൻ പാടാ. ഒടുവിൽ നീയൊക്കെ ചോര തുപ്പും. ഇവരുടെ മാല മോഷിച്ചെടുത്ത് നീയല്ലടാ? അതെ. എന്നാ നീ എടുക്കടാ. അങ്ങോട്ട് കൊടുക്ക്. ഇവരീ നാട്ടുകാരല്ലോ. അല്ല, ഇവരീ കൂപ്പിൽ പണിക്കൊന്നവരാ. ഇത് മാത്രമല്ല ഇവര് മോഷ്ടിച്ചത്. കുറെ ഓട്ടുപാത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ വാരിക്കൊട്ടി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്, ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാൻ. അല്ല, ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടാ ഇവരിനിയും മോഷ്ടിക്കില്ലേ? ഇവന്മാരെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് നല്ലത്. ദയവ് ചെയ്ത് ഞങ്ങളെ പോലീസിനൊന്നും കൊടുക്കരുത്. ഞങ്ങൾ ഇനി മേലെ മോഷ്ടിക്കില്ല സാറേ. ഉറപ്പാണോ? ഉറപ്പ്. ഈ നാടിന്റെ ഭരണാധികാരി ദേ ആ ഇരിക്കുന്ന സാറാ. ഇന്ന് വരെ ഇവിടെ ഒരു കള്ളൻ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി സാറേ. ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്തു വിട്ടേക്കാം അല്ലേ സാറേ? മേലാൽ ആരുടെ ഒന്നും മോഷ്ടിക്കരുത്. ഇല്ല സാർ. ശരി പ്രതാപ, ചെവിക്കൊരു കിഴുക്കും കൊടുത്ത് പറഞ്ഞു വിട്ടേരെ. ഇനി നീയൊക്കെ മോഷ്ടിക്കാൻ പാടില്ല കേട്ടോ. മാല കിട്ടിയല്ലോ അല്ലേ? സന്തോഷായോ? ഒരുപാട് സന്തോഷായി സാറേ.
എന്നാ പൊക്കോളൂ. അല്ല പ്രതാപ, നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ കള്ളന്മാരെ കണ്ടുപിടിച്ചു? നീ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ നടത്തിയത്. നിനക്കെന്താ CBIയുടെ പണി വല്ലതും ഉണ്ടോ? അല്ല, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചതെന്ന്. ആ, ഞാൻ ചോദിച്ചൊന്നും നീ കേട്ടില്ലേ? നീ എങ്ങനെ ഈ കള്ളന്മാരെ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് അതെനിക്കൊന്ന് അറിയണം. അതൊരു രഹസ്യ. അത് ഇവരാരും അറിയണ്ട. സാറിനോട് മാത്രമായി ഞാൻ പിന്നെ പറയാം. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മൈ ഹാർട്ടി കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സാർ. പ്രതാപേട്ടൻ കണക്കുകളുടെ ലോകത്താണല്ലേ? ലോകം എല്ലാവരും ജീവിക്കുന്ന ലോകം തന്നെ. ഞാൻ കണക്കെഴുതുന്നു മാത്രം. ആളെ കണ്ട വളരെ സീരിയസാ, പക്ഷേ നാവനങ്ങിയ തമാശ. അതിരിക്കട്ടെ, പത്മ എന്തിനാ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത്? ഞാൻ കറങ്ങി തിരിഞ്ഞൊന്നല്ല ഇങ്ങോട്ട് വന്നേ, നേരെ നടന്നു തന്നെയാ. വന്ന കാര്യം പറ പത്മ. അല്ല പ്രതാപേട്ട, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ. ആ മാല മോഷ്ടാക്കളെ ഇത്ര പെട്ടെന്ന് എങ്ങനെ പിടികിട്ടി? ഇതെന്താ മിണ്ടാതിരിക്കുന്നേ? കള്ളന്മാരെ പിടികൂടിയ കാര്യമല്ലേ? അതെ, അതല്ലേ ചോദിച്ചത്. മാല മോഷ്ടിച്ചത് അവരായതുകൊണ്ട് അവരെ പിടികൂടി. അവന്മാരാ മാല മോഷ്ടിച്ചതെന്ന് എങ്ങനെ മനസ്സിലായിന്ന് ഞാൻ ചോദിച്ചേ. അത് കോമൺ സെൻസ് ഉണ്ട്. കോമൺ സെൻസ് കൊണ്ട് കള്ളന്മാരെ പിടിക്കാനൊന്നും പറ്റില്ല. അതിന് നല്ല ബുദ്ധി വേണം. എങ്ങനെയാ കള്ളന്മാരിലേക്ക് എത്തി പ്രതാപേട്ട? ഒന്ന് പറ പ്ലീസ്. നാട്ടിൽ നടക്കുമ്പോ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാ നടക്കുന്നത്. ചിലരെ കണ്ട നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ സ്വഭാവമൊക്കെ. അതുപോലെ അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ കൂപ്പിൽ പണിയെടുക്കുന്ന ഈ മുത്തുവിനെയും ചന്ദ്രനെയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു.